അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ ബാക്കി ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളെന്ന് ഭാരവാഹികൾ. അബ്ദുൾ റഹീം അസിസ്റ്റൻസ് കമ്മിറ്റി എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് നടത്തിയ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആകെ 48.36 കോടി രൂപയാണ് ലഭിച്ചത്. ഇതിൽ ദിയാധനം നൽകിയ തുക കഴിച്ച് ബാക്കി 12 കോടിയിലധികം രൂപ 2 അക്കൗണ്ടുകളിലായി ബാക്കിയുണ്ട്. ഇന്ത്യയിൽ പിരിച്ച പണം വിദേശത്തേക്ക് കൈമാറിയതിനാൽ ഇൻകം ടാക്സ് നോട്ടീസ് ലഭിച്ചു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിച്ചാൽ ഫണ്ട് റിലീസ് ചെയ്യുന്നതിൽ തീരുമാനമെടുക്കും. അതുവരെ ഫണ്ട് സുതാര്യമായി സൂക്ഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. MP അബ്ദുൾ റഹീം അസിസ്റ്റൻസ് കമ്മിറ്റി എന്ന പേരിലാണ് 2024 ഫെബ്രുവരി 19 ഈ പറയുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് നിയമപരമായി നമ്മൾ ഫണ്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി. അതിലന്ന് ആകെ നമ്മൾ ഡൊണേഷനായി ആളുകൾ നൽകിയത് 48,36,17,317 രൂപ 16 പൈസയാണ്. 12,82,32,555 രൂപ 97 പൈസ നേരത്തെ ആരംഭിച്ച ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ 2 ബാങ്ക് അക്കൗണ്ടിലായി ബാക്കിയുണ്ട്. ഇൻകം ടാക്സിലെ സെക്ഷൻ 12A സെക്ഷൻ പ്രകാരം ഇൻകം ടാക്സിലെ NGOസിന് കിട്ടുന്ന ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകി. ആ അപേക്ഷ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. കാരണം ഇവിടുത്തെ നിയമപ്രകാരം ഇന്ത്യയിലാണ് ഈ പ്രവർത്തനം നടത്തേണ്ടത്. നമ്മൾ ഇന്ത്യക്കാരനായ ഒരാൾക്ക് വേണ്ടി ഗൾഫിലേക്കാണ്, സൗദിയിലേക്കാണ് ഇവിടെ നമ്മുടെ വിദേശ മന്ത്രാലയത്തിൻ്റെയും കൂടി അനുമതിയോട് കൂടിയിട്ടാണ് ഈ കാര്യം വിനിമയം നൽകിയത്, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ആ പറയുന്ന കാര്യങ്ങൾ ഇൻകം ടാക്സിന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നോട്ടീസ് അയച്ചു. അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻകം ടാക്സിൻ്റെ മുഴുവൻ എക്സംഷനും കിട്ടുന്നത് വരെ ഈ പറയുന്ന ട്രസ്റ്റിൽ ബാക്കി വന്ന തുക അത് സുരക്ഷിതമായി FDയിൽ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് ജനറൽ ബോഡി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.